ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള സോൾട്ടഡ് ക്രീം ചീസിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ബ്രെഡിൻ്റെ കൂടെ ക്രീം ചീസിൻ്റെ കേക്കൊക്കെ റെഡിയാക്കുമ്പോൾ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞാനിത് ചെയ്ത് നോക്കിയതിന് ശേഷം കുറേ നേരം ആലോചിച്ചു കേട്ടോ, ഇത്ര സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ഇത്രയും നാൾ നമ്മൾ വില കൊടുത്ത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്രീം ചീസ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലിലേക്ക് 1 സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് ഒന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. ആ പാലൊന്ന് തിളച്ച് വരുമ്പോൾ മാത്രമേ നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ഇതുപോലെ പിരിഞ്ഞ് വരുമ്പോൾ അതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ അരിപ്പ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റീലിൻ്റെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാല് പിരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം. പാലിൻ്റെ ഒരു അംശമൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. വാഷ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ആ ഒരു സ്പൂൺ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിലെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് പോകുന്നതിനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല വെള്ളത്തുണി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പോക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലോട്ടോ ബ്ലെൻഡറിലോട്ടോ ഇട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. ഞാനിപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത്. ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു പിഞ്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും ഒരു 2 സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. 2 സ്പൂൺ ഞാൻ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പം ആ ഒരു ക്രീമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇത് നോക്കിയേ, ഉണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് പഴയ ഇതേപോലെ ചീസിൻ്റെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് നോക്കി, നല്ല ക്രീമി ആയിട്ടുള്ള നമുക്ക് ക്രീം ചീസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഇത്ര നാൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കുകൾ അറിയിക്കുക കേട്ടോ. അടുത്തൊരു പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ.